കടുത്ത പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് കുന്നമംഗലം. 4ാം തവണയും PTA റഹീമാണ് LDFനായി പോരാട്ടത്തിനിറങ്ങുന്നത്. അതേസമയം മണ്ഡലത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് സ്വന്തം ചിഹ്നത്തിൽ PTA റഹീമിനെതിരെ രംഗത്തെത്തുകയാണ്. ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാവായ MA റസാഖാണ് ഇത്തവണ PTA റഹീമിനെ നേരിടുന്നത്. 2011 മുതൽ കുന്നമംഗലം നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് PTA റഹീമാണ്. മണ്ഡലം രൂപീകരിച്ച ഘട്ടം മുതൽ UDFനെയും LDFനെയും മാറി മാറി പിന്തുണച്ച ചരിത്രമാണ് കുന്നമംഗലത്തിനുള്ളത്. എന്നാൽ 1977 മുതൽ 5 തവണ ഇടതുപക്ഷം ജയിച്ചു. 2001ലും 2006ലും സ്വതന്ത്രനായി വന്ന UDFന് വേണ്ടി UC രാമനാണ് വിജയിച്ചത്. 2011ലാണ് മണ്ഡലം PTA റഹീമിലൂടെ വീണ്ടും LDFന്റെ വരവറിയിച്ചത്. 2016ലും വിജയിച്ച PTA റഹീം അഡ്വക്കേറ്റ് T സിദ്ദിഖിനെയാണ് പരാജയപ്പെടുത്തിയത്. 2021ൽ ദിനേശ് പെരുമണ്ണയെയാണ് PTA റഹീം ഇവിടെ നിന്നും തോൽപ്പിച്ചത്. മണ്ഡലത്തിൽ ദീർഘകാലമായി MLA എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് PTA റഹീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഈ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ എൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു സന്ദർഭത്തിൽ അതിവിടെ പ്രത്യക്ഷമായിട്ട് എല്ലാവർക്കും കാണാം. ഏത് വഴിക്ക് പോയാലും കാണാം. നമ്മുടെ കോളേജായാലും അതുപോലെ റോഡുകളായാലും എല്ലാ വിഷയങ്ങളിലും ഇടപെടാൻ ഗവൺമെൻറ് നന്നായി എന്നെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സ്പോർട്സിന് ആവശ്യമായ സൗകര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും MLA ഫണ്ട് കൂടി ചേർത്തുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വളരെ ഭംഗിയായി ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേസമയം മുസ്ലിം ലീഗിൽ നിന്നും വിമതനായെത്തി PTA റഹീം മത്സരിച്ച സാഹചര്യമല്ല ഇപ്പോൾ കുന്നമംഗലത്തുള്ളതെന്ന് UDF കണക്കുകൂട്ടുന്നു. കോൺഗ്രസ് മത്സരിച്ചിരുന്ന മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്വന്തം ചിഹ്നത്തിലാണ് ഇത്തവണ പോരാട്ടത്തിനിറങ്ങുന്നത്. MA റസാഖാണ് UDF സ്ഥാനാർത്ഥി. എതിർ സ്ഥാനാർത്ഥി അദ്ദേഹം പാർട്ടിക്കാരനാണെന്ന് സ്വകാര്യമായി പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിച്ചത്. അദ്ദേഹം പാർട്ടിയിൽ നടപടിയെടുത്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അത് തിരുത്താൻ നമ്മൾക്കും ആ സന്ദർഭത്തിൽ സാധിച്ചില്ല. സ്വകാര്യമായി നടക്കുന്ന ഈ സംഗതി മനസ്സിലാക്കാൻ വൈകിയതുകൊണ്ട് അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചു. ഇപ്പം പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ കഴിയില്ല. കാരണം പാർട്ടിയുടെ ചിഹ്നമായ കോണി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾക്ക് ഇപ്പോഴുള്ള പ്രതീക്ഷ കഴിഞ്ഞ പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒളവണ്ണ പഞ്ചായത്തിലുണ്ടായിട്ടുള്ള മുന്നേറ്റം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട MK രാഘവേട്ടന് നൽകിയിട്ടുള്ള ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തിലേക്ക് ഈ പഞ്ചായത്തിനെ കൊണ്ടുപോകാനുള്ള പ്രവർത്തനമാണ് UDFന്റെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4ാം തവണയും മണ്ഡലം LDFന് വേണ്ടി നിലനിർത്താനുള്ള പോരാട്ടമാണ് PTA റഹീമിൻ്റെതെങ്കിൽ മുസ്ലിം ലീഗിനിത് അഭിമാന പോരാട്ടമാണ്. BJPക്ക് നല്ല വോട്ടുള്ള മണ്ഡലത്തിൽ മുന്നണികളുടെ ജയപരാജയത്തെ സ്വാധീനിക്കുമെന്നതിൽ തർക്കവുമില്ല. മണ്ഡലം ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.